ഹലോ ഗായ്സ്, ഇന്ന് ഉച്ചക്കത്തേക്ക് തയ്യാറാക്കിയത് തേങ്ങാച്ചോറും ബീഫ് കറിയും പിന്നെ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ തേങ്ങാച്ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങയുടെ പകുതി എടുത്ത് അത് ചിരണ്ടി ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് തേങ്ങാപ്പാൽ എടുത്ത് മാറ്റി വെക്കണം. പിന്നീട് ഒരു കുക്കറിലേക്ക് അരി കഴുകി വൃത്തിയാക്കിയത് ചേർത്ത് കൊടുത്തിട്ട് ഇവിടെ ഇപ്പോൾ ഞാൻ 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 കപ്പ് തേങ്ങാപ്പാലാണ് വേണ്ടത്. അങ്ങനെ കുക്കർ ഗ്യാസ് ഓൺ ചെയ്യാതെ തന്നെ അരി ചേർത്ത് കൊടുത്ത് അതിലേക്ക് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചതിന് ശേഷം 2 കഷ്ണം പട്ടയും 2 ഏലക്കായയും ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കുക്കർ അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഓരോ കുക്കറിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് 2 വിസിൽ 3 വിസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കേൾപ്പിച്ച് അത് വേവിച്ചെടുക്കാം. അതിനുശേഷം ഇനി ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ചെറിയ തീയിൽ വെച്ച് ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കണം. അതിനുശേഷം പിന്നീട് അതിലേക്ക് വേണ്ട സവാള, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, തക്കാളി ഇത്രയും കൂടി നന്നാക്കി എടുത്തിട്ട് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് സവാളയും ഉള്ളിയെല്ലാം ഡയറക്റ്റ് ഇറച്ചിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടാണ് ഈ കറി തയ്യാറാക്കുന്നത്. വേറെ രീതിയിലും ഞാൻ ചെയ്ത് നോക്കാറുണ്ട്. സവാളയെല്ലാം ഒന്ന് ആദ്യം വഴറ്റിയെടുത്തതിന് ശേഷം ഇറച്ചിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടും കറി തയ്യാറാക്കി എടുക്കാറുണ്ട് കേട്ടോ. എങ്ങനെ ചെയ്താലും ടേസ്റ്റിയാണ്. അപ്പോൾ സവാള വഴറ്റുന്ന സമയത്താണെങ്കിൽ മല്ലിപ്പൊടി ഇതുപോലെ സെപ്പറേറ്റ് വറുക്കേണ്ട ആവശ്യമില്ല. ആ സവാളയിലേക്ക് തന്നെ ചേർത്ത് വഴറ്റിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ സെപ്പറേറ്റ് ആണ് ഒന്ന് വറുത്തെടുത്തിട്ടുള്ളത്. ഇനി പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. ഞാൻ ഇത്തിരി അധികം വെളുത്തുള്ളി ചേർക്കും കേട്ടോ ഇറച്ചിക്കറി വയ്ക്കുമ്പോൾ. എന്നിട്ട് കുക്കറിലേക്ക് ഇറച്ചി ചേർത്ത് കൊടുത്തിട്ട് വറുത്ത് വെച്ച മസാലകളെല്ലാം ചേർത്ത് ഇതുപോലെ സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും കുറച്ച് തേങ്ങാക്കൊത്തും എല്ലാം കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ല പോലെ കൈ വെച്ച് തിരുമ്മി യോജിപ്പിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ, അത് ഞാൻ വിട്ടുപോയി. പിന്നെ കുറച്ച് മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ട് നല്ലപോലെ തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ഇങ്ങനെ തിരുമ്മി യോജിപ്പിക്കുമ്പോഴാണ് കേട്ടോ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടണത്. അതുകൊണ്ട് വെളിച്ചെണ്ണ ചേർത്ത് ഇങ്ങനെ കറിവേപ്പിലയൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ തിരുമ്മുമ്പോൾ തന്നെ നല്ലൊരു വാസനയും കാര്യങ്ങളൊക്കെ വരും. ഇങ്ങനെ എല്ലാം തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് ഒന്ന് വേവിക്കാൻ വെക്കണം. തേങ്ങാച്ചോറ് ആയതുകൊണ്ടാണ് അല്പം വെള്ളം ചേർത്ത് വേവിക്കാൻ പറഞ്ഞത്. ഇത്തിരി ഗ്രേവി വേണമല്ലോ, അല്ലെങ്കിൽ വെള്ളം ചേർക്കാതെ തന്നെ വേവിച്ചെടുത്താൽ മതി, ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. അതങ്ങനെ വെച്ചതിന് ശേഷം ഇനി ചമ്മന്തി അരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ജാറിലേക്ക് 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നാക്കിയതും കൂടി തൊലി കളഞ്ഞതും കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കണം. എന്നിട്ട് അതും കൂടി ചേർത്തതിന് ശേഷം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരിത്തിരി വാളൻപുളി ഇതുപോലെ വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളം ഒഴിക്കാവുള്ളൂ കേട്ടോ. എന്നിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സി ഒന്ന് അരച്ചെടുക്കണം. അത് നല്ലപോലെ അരഞ്ഞു വരണം. ഇനി തേങ്ങ ചേർത്തതിന് ശേഷം അധികം അരച്ച് കളയരുത്. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഒന്ന് 2-3 വട്ടം ഇതേപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അടിപൊളി ചമ്മന്തിയും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തുറന്നു നോക്കാം. ഈ സമയത്ത് വെള്ളം കുറച്ചും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടിയൊക്കെ വേവിച്ചെടുക്കണം. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനാണ് ഇരിക്കുന്നത്. ഈ കുക്കറിൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ 2 വിസിലാണ് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ എല്ലാം വെന്തിട്ടുണ്ടായിരുന്നു. ഇത് കുത്തരിയാണ് ചേർത്ത് കൊടുത്തേക്കണത് കേട്ടോ. വെള്ളരി വെച്ചും ചെയ്യാവുന്നതുള്ളൂ, പക്ഷേ കുത്തരിയാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പോൾ കണ്ടോ, ഒരു കുഴഞ്ഞൊന്നും പോയിട്ടില്ല, പിന്നെ അതേപോലെ വെള്ളമൊന്നുമില്ല, എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് തേങ്ങാച്ചോറ് വെച്ച് നോക്കണം കേട്ടോ. കണ്ടോ, നല്ല സൂപ്പർ ചോറാണ്. അപ്പോൾ ബീഫ് കറി ഇനി എന്തായിരുന്നു നോക്കാം. ബീഫ് കറിയിലേക്ക് തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് വെള്ളം കൂടുതലായിട്ട് തോന്നി. അതുകൊണ്ട് ഒന്നും കൂടി ഞാൻ അടുപ്പത്ത് വെച്ച് വെള്ളം വറ്റിച്ചെടുത്തു. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ, ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം വറ്റി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അല്പം വെളിച്ചെണ്ണയും കൂടി മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ബീഫ് കറിയും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പിന്നീട് എല്ലാം കൂടി ഒന്ന് വിളമ്പി എടുക്കട്ടെ കേട്ടോ.
അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബായ്.